Today our topic chain banking. Chain banking is one of the banking sector. Then on the basis of organization structure, what are the different types of banks? Unit banking, branch banking, chain banking, correspondent banking, then consortium banking, group banking and consortium banking. And third, first one is യൂണിറ്റ് ബാങ്കിങ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. ഒരു യൂണിറ്റ് മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ബേസിൽ നമുക്ക് ഇങ്ങനെ ബാങ്കുകളെ തരംതിരിക്കാം. ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബ്രാഞ്ചുകളോടുകൂടി പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ബാങ്കിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ബ്രാഞ്ച് ബാങ്കിങ് സ്ട്രക്ചറാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ചെയിൻ ബാങ്കിങ്. Chain banking, what is meant by chain banking? Chain banking is a form of bank governance that occurs when a small group of people controls 3 or more banks that are independently incorporated. Usually, the controlling group of members are majority shareholders in 3 or more banks. Because of changes in banking laws, the chain banking system has become less popular. Chain banking system is a form of bank governance that occurs when a small group of people control 3 or more banks that are independently incorporated. അതായത് വളരെ കുറച്ച് പേര് കൂടിച്ചേർന്നുകൊണ്ട് when a small group of people control 3 or more banks, കുറച്ച് പേര് കൂടിച്ചേർന്നുകൊണ്ട് 2 or 3 ബാങ്കുകളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് അവിടെ മാനേജ് ചെയ്യുന്ന ഒരു ബാങ്കിങ് സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചെയിൻ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ചെയിൻ ബാങ്കിങ് സിസ്റ്റം ഈസ് എ ഫോം ഓഫ് ബാങ്ക് ഗവേണൻസ് ദാറ്റ് ഒക്കേഴ്സ് വെൻ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൺട്രോൾ 3 or more banks that are independently incorporated. Usually, the controlling group of members are majority the shareholders in 3 or more banks. അതായത് നമുക്ക് പറയുകയാണെന്ന് വെച്ചാൽ ദ കൺട്രോളിംഗ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആർ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ 3 or more banks. അതായത് 3 ബാങ്കുകളുടെയും ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ 3 ബാങ്കുകളെയും അത് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് കൂടി യോജിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം. ദെൻ എക്സാമ്പിൾ കരൂർ വൈശ്യ ബാങ്ക് ആൻഡ് ലക്ഷ്മി വിലാസ്. അതാണ് നമുക്ക് ഏതിന് എക്സാമ്പിളായിട്ട് പറയാവുന്നത്, ചെയിൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നത്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ചെയിൻ ബാങ്കിങ് സിസ്റ്റം? ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു ബാങ്കിങ് സംവിധാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ചെയിൻ ബാങ്കിങ് സിസ്റ്റം? ദെൻ ഫസ്റ്റ് വൺ ഈസ് ദിസ് സിസ്റ്റം ഫെസിലിറ്റേറ്റ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ദിസ് സിസ്റ്റം ഫെസിലിറ്റേറ്റ്സ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ്. സെക്കൻഡ് വൺ ഈസ് ദിസ് സിസ്റ്റം ഈസ് മോസ്റ്റ് സ്യൂട്ടഡ് ടു മീറ്റ് ദ ലോക്കൽ നീഡ്സ് ഓഫ് ദ ക്രെഡിറ്റ് ആൻഡ് ഫിനാൻസ്. ദിസ് സിസ്റ്റം ഈസ് മോസ്റ്റ് യൂസ്ഡ് ടു മീറ്റ് ലോക്കൽ നീഡ്സ് ഓഫ് ദി ക്രെഡിറ്റ് ആൻഡ് ഫിനാൻസ്. അതായത് ലോക്കൽ ഫിനാൻസിന് ആവശ്യമായുള്ള ഫിനാൻസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണിത്. ദിസ് സിസ്റ്റം പ്രൊവൈഡ്സ് എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ദിസ് സിസ്റ്റം റിഡ്യൂസസ് റിസ്ക് ടേക്കിംഗ്. റിസ്ക് കുറവായിരിക്കും. ദിസ് സിസ്റ്റം ഈസ് ചീപ്പ് ആൻഡ് ഈസ് നോട്ട് വെരി എക്സ്പെൻസീവ്. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ചെയിൻ ബാങ്കിങ് സിസ്റ്റം. Then what are the advantages? This system facilitates efficient use of limited resources. It is most suited to meet the local needs, that means credit and finance. This system provides efficient system of management. Then this system reduce risk taking. This system is cheap and not very expensive. The next one is what are the disadvantages of that means chain banking. That is, first one is profitability remains limited due to limited risk taking comparatively low ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നതും ലോ ആയിരിക്കും. പ്രോഫിറ്റബിലിറ്റി റിമെയിൻസ് ലിമിറ്റഡ് ടു ലിമിറ്റഡ് റിസ്ക്. ദെൻ സെക്കൻഡ് വൺ ഈസ്
they are generally reluctant to conduct social welfare program. മാത്രമല്ല റിലക്റ്റൻ്റ് എന്ന് പറയുമ്പോൾ എതിരെ, അതായത് അത്രമാത്രം അതിനോട് ഇത് പുലർത്തുന്നില്ല. ദേ ആർ ജനറലി റിലക്റ്റൻ്റ് ടു കണ്ടക്ട് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം. സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി വരുന്നില്ല എന്നുള്ളതാണ് ഒരു പോരായ്മയായിട്ട് പിന്നെ എടുത്തു പറയാവുന്നത്. ദെൻ ദിസ് സിസ്റ്റം എൻകറേജസ് ദ ടെൻഡൻസി ഓഫ് ബോസിസം ഇൻ മാനേജ്മെൻറ്റ്. അതായത് ഒരേ ബാങ്കിൻ്റെ തന്നെ, അതായത് 1, 2, 3 ബാങ്കുകളെയും ഒരേ മാനേജ്മെൻറ്റിൽ തന്നെ കൊണ്ടുവന്നുകൊണ്ട് ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് സംവിധാനമാണ് ചെയിൻ ബാങ്കിങ്ങിനുള്ളത്. therefore this system encourages the tendency of ബോസിസം ഇൻ മാനേജ്മെൻറ്റ്. ഒരു ബോസിസം ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഓൺ ദി ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? First one is unit banking, second one is branch banking, and third one is chain banking. Then fourth one is group banking. The next one, group banking. Group banking is the banking system in which 2 or more banks operate under the control of holding company. Under group banking, 2 or more banks are brought under the control of the same management through a holding company. അപ്പോൾ എന്താ പറയുക, വൺ ഹോൾഡിംഗ് കമ്പനി കൺട്രോൾസ് ആൻഡ് മാനേജേഴ്സ് ദ ഫങ്ഷനിങ് ഓഫ് സബ്സിഡിയറി ബാങ്ക്സ്. ദെൻ ഇവിടെ ഗ്രൂപ്പ് ബാങ്കിങ് ഈസ് ദാറ്റ് ബാങ്കിങ് സിസ്റ്റം ഇൻ വിച്ച് 2 or more banks operate under the control of a holding company. അതായത് ഗ്രൂപ്പ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് 2 or more operate under the control of holding company. ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സബ്സിഡിയറി കമ്പനി, ഹോൾഡിംഗ് കമ്പനി, അങ്ങനെയുള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ ഗ്രൂപ്പ് കമ്പനീസ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് SBI ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ അതിൻ്റെ അസോസിയേറ്റ്സും ഒരു ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനിക്ക് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അണ്ടർ ഗ്രൂപ്പ് ബാങ്കിങ് 2 or more banks are brought under the control of the same management through a holding company. ഒരു ഹോൾഡിംഗ് കമ്പനി, SBI എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിൽ തന്നെ വരുന്ന മറ്റ് ബ്രാഞ്ചുകൾ വെച്ചാൽ സബ്സിഡിയറി കമ്പനീസിനെ ഹോൾഡിംഗ് കമ്പനി കൺട്രോൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഗ്രൂപ്പ് കമ്പനീസ്. വൺ ഹോൾഡിംഗ് കമ്പനി കൺട്രോൾസ് ആൻഡ് മാനേജസ് ദ ഫങ്ഷനിങ് ഓഫ് സബ്സിഡിയറി ബാങ്ക്സ്. ദെൻ ഗ്രൂപ്പ് ബാങ്കിന് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രൂപ്പ് ബാങ്കിങ്? ഫസ്റ്റ് വൺ ഈസ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. Second one is enhancement of operational efficiency. Then mobility and transfer of resources. Funds are transferred from one participating bank to another. Broader market, large scale operation. First one is സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. ഗ്രൂപ്പ് ബാങ്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വൺ സെൻട്രലൈസ്ഡ് മാനേജ്മെൻ്റ് ആണ്. ദ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് ഹാവ് ദ ബെനിഫിറ്റ് ഓഫ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. എല്ലാ ബാങ്കുകൾക്കും ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ, അല്ലെങ്കിൽ ദ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് ഹാവ് ദ ബെനിഫിറ്റ് ഓഫ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. സെക്കൻഡ് വൺ ഈസ് എൻഹാൻസ്മെൻറ്റ് ഓഫ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. എൻഹാൻസ്മെൻറ്റ് ഒന്നുകൂടെ അവരുടെ ഫങ്ഷനിങ് ശരിയായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻസ് ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഒരു ഹോൾഡിംഗ് കമ്പനി പൂർണ്ണമായിട്ടും സബ്സിഡിയറി ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് എൻഹാൻസ് ദ എബിലിറ്റി ഓർ ഓപ്പറേഷണൽ എഫിഷ്യൻസി. The operational efficiency of the participating banks is increased with the help of shared knowledge and experience. And third one is mobility and transfer of resources. In time of emergency or crisis, the funds are transferred from one participating bank to another. This helps them to face financial crisis more easily and with confidence. Mobility and transfer of resources. In times of emergency or crisis, the funds are transferred from one participating bank to another. ഏതെങ്കിലും രീതിയിൽ ക്രൈസിസോ റിസ്ക് ഫാക്ടേഴ്സോ ഉണ്ടെങ്കിൽ ദെൻ അത് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു, അതായത് അവരുടെ തന്നെ സബ്സിഡിയറി ബാങ്ക്സ് ആണ്, തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം? ഇൻ ടൈംസ് ഓഫ് എമർജൻസി ഓർ ക്രൈസിസ് ദ ഫണ്ട്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക് ടു അനദർ. ദിസ് ഹെൽപ്സ് ദം ടു ഫേസ് ഫൈനാൻഷ്യൽ ക്രൈസിസ് മോർ ഈസിലി ആൻഡ് വിത്ത് കോൺഫിഡൻസ്. വളരെ ഈസി ആയിട്ട്, വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് എന്ത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ് ഈസ് ബ്രോഡർ മാർക്കറ്റ്. Group banking offers broader market to small banks. This helps them to increase their profitability and net worth. Group banking offers broader market to small banks.
This helps them to increase the profitability of the network. അതായത് ഗ്രൂപ്പ് ബാങ്കിങ് എന്തിനുള്ള അവസരം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്? ബ്രോഡർ മാർക്കറ്റ് ടു സ്മോൾ ബാങ്ക്സ്. Therefore, this helps them to increase their profitability. ചെറിയ ബാങ്കുകൾക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ളൊരു അവസരം നൽകുന്നുണ്ട്. സോ it increase their profitability of the network. Then fifth point is large scale operation. The participating banks can enjoy the economics of large scale operation. That means large scale operation, അതായത് യൂണിറ്റ് ബാങ്കിങ് പോലെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ യൂണിറ്റ് അല്ല. ഇവിടെ പറയുന്നത് ഒരു ഹോൾഡിംഗ് കമ്പനി അതിൻ്റെ സബ്സിഡിയറി കമ്പനികളും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് ദേ ക്യാൻ എൻജോയ് ദ എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. ഒരു വലിയ സംരംഭം നടത്തുന്നതിൻ്റെ എല്ലാ എക്കോണമിക്കൽ ബെനിഫിറ്റുകളും അതിൻ്റെ എക്കോണമീസും ആർക്ക് അവൈലബിൾ ആണ്? ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ബാങ്കിങ് സിസ്റ്റത്തിന് അവൈലബിൾ ആണ്. സോ ഗ്രൂപ്പ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ബാങ്കിങ് ഈസ് എ ബാങ്കിങ് സിസ്റ്റം ഇൻ വിച്ച് 2 or more ബാങ്ക്സ് ഓപ്പറേറ്റ് അണ്ടർ ദി കൺട്രോൾ ഓഫ് എ ഹോൾഡിംഗ് കമ്പനി. 2 അതിലധികമോ ബാങ്കുകൾ കൂടിച്ചേരുകയും അത് ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ്. അണ്ടർ ഗ്രൂപ്പ് ബാങ്കിങ് സിസ്റ്റം 2 or more ബാങ്ക്സ് ആർ ബോട്ട് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദ സെയിം മാനേജ്മെൻറ്റ് ആൻഡ് ത്രൂ ആൻ ഹോൾഡിംഗ് കമ്പനി. That is called as group banking. The State Bank of India and its associates are the examples of group banking. Then what are the disadvantages of group banking? Lack of control, inefficiency of member bank protected, difficulty in mobilizing funds. Lack of control. There is no effective and specialized management in group banking system due to flexible and indirect control. Second point is inefficiency of member banks protected. The inefficiency of one participating bank may affect the other participating bank. അതായത് ഒരു ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ബാങ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഹൈഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദെൻ അത് ശരിക്കും പറയാൻ വെച്ചാൽ അങ്ങനെ ഒരു ഇന്നെഫിഷ്യൻസി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുക, അത് റിവീൽ ചെയ്യാണ് വേണ്ടത്, അതൊന്നുകൂടെ കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. പക്ഷേ ഗ്രൂപ്പ് ബാങ്കിങ്ങിൽ ഒരു ബാങ്കിൻ്റെ പോരായ്മ മറ്റുള്ള ബാങ്കുകൾ കൂടി കവർ ചെയ്യുന്നത് കൊണ്ട് സോ ഇന്നെഫിഷ്യൻസി ഓഫ് മെമ്പർ ബാങ്ക് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. ദറ്റ് ഈസ് വൺ ഓഫ് ദി ലിമിറ്റേഷൻ ഓർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്രൂപ്പ് ബാങ്കിങ്. Then third one is difficulty in mobilizing funds. Group banking does not have the capacity to mobilize funds as in the case of branch banking. Group banking does not have the capacity to mobilize funds as in the case of branch banking. These are the disadvantages. ഇനി നോക്കാം ഗ്രൂപ്പ് ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്. Next one is correspondent banking. Correspondent bank is a financial institution that provides services on behalf of another financial institution. A correspondent bank can conduct business transactions, accept deposit and gather documents on behalf of other financial institutions. Correspondent bank is a financial institution that provides services on behalf of another financial institution. Correspondent banking എന്ന് പറയുമ്പോൾ ഒരു ബാങ്കിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് ആ ബാങ്കിന് വേണ്ടി അല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എ കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് ഈസ് എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ്സ് സർവീസസ് ഓൺ ബിഹാഫ് ഓഫ് അനദർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. Correspondent bank can be conduct business transaction, accept deposit and gather documents on behalf of other financial institutions. Correspondent banks are more likely to be used to conduct business in foreign countries and act as an agent for domestic bank. അതായത് നമ്മുടെ തന്നെ ബാങ്കുകൾ മറ്റു രാജ്യങ്ങളിലൊക്കെ അവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. കറസ്പോണ്ടൻറ്റ് ബാങ്ക്സ് ആർ മോർ ലൈക്ലി ടു ബി യൂസ്ഡ് ടു കണ്ടക്ട് ബിസിനസ് ഇൻ ഫോറിൻ കൺട്രീസ് ആൻഡ് ആക്ട് ആസ് ആൻ ഏജൻറ്റ് ഓഫ് ഡൊമസ്റ്റിക് ബാങ്ക്. നിലവിലുള്ള നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്കിൽ ഇന്ത്യയിൽ തന്നെ രജിസ്റ്റർ ചെയ്യുകയും ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ICICI ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്. അപ്പോൾ ഇതിനെ ഇവിടെ പറയുന്നത് അവിടെ തന്നെ പ്രവർത്തിക്കുകയും എന്നാൽ മറ്റു രാജ്യങ്ങളിലെ അവരുടെ ഒരു ബ്രാഞ്ച് ആരംഭിച്ചുകൊണ്ട് അത് ചെയ്യാനുള്ള അനുമതി അവരെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്ന് പറയാം. അപ്പോൾ കറസ്പോണ്ടൻറ്റ് ബാങ്ക്സ് ആർ മോസ്റ്റ് ലൈക്ലി ടു ബി യൂസ്ഡ് ടു കണ്ടക്ട് ബിസിനസ് ഇൻ ഫോറിൻ കൺട്രീസ് ആൻഡ് ആക്ട് ആസ് എൻ ഏജൻറ്റ് ഓഫ് ഡൊമസ്റ്റിക് ബാങ്ക്. What are the advantages of
correspondent banking. First one is payment between bank is more simple, rapid and effective. Payment between bank is more simple, rapid and effective. Then second one is the two banks can exchange and use the product and services of each other for mutual benefit. The two banks can exchange and use the product and services of each other for mutual benefit. രണ്ട് ബാങ്കുകളും കറസ്പോണ്ടൻറ്റ് ബാങ്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കാം. ഈ മ്യൂച്വൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് and use the product and service of each other for the mutual benefit. The next one is all the member banks can retain their independent identity. ഓൾ ദ മെമ്പർ ബാങ്ക് ഇതേ രീതിയിൽ മെമ്പർ ബാങ്കുകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി നിലനിർത്താനായിട്ട് സാധിക്കുന്നു. എക്സ്പെർട്ട് സർവീസസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫ് ബിക്കം പോസിബിൾ. വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് correspondent banking? First one is smaller banks will have to depend on correspondent bank for their functioning. This may affect their existence. Then next one is resources remain limited due to smaller size of member banks. അതായത് എന്താ പറയുക, കറസ്പോണ്ടൻറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഒരു ബാങ്കിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ്. സോ ഇറ്റ് ഈസ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ യൂണിറ്റ് ആയിരിക്കും. സ്മോളർ ബാങ്ക്സ് വിൽ ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ കറസ്പോണ്ടൻറ്റ് ബാങ്ക് ഫോർ ദെയർ ഫങ്ഷനിങ്. അവർ പൂർണ്ണമായിട്ടും മെയിൻ ബാങ്കിനെ തന്നെ എല്ലായ്പ്പോഴും ആശ്രയിക്കേണ്ടതായിട്ട് വരും. റിസോഴ്സസ് റിമെയിൻ ലിമിറ്റഡ് ഡ്യൂ ടു സ്മോളർ സൈസ് ഓഫ് മെമ്പർ ബാങ്ക്സ്. Then next one is consortium banking. Next point is consortium banking. Consortium, CONSORTIUM, consortium banking. In consortium banking, a subsidiary bank is created by numerous banks. A consortium bank is usually created to fund a specific project. Provide fund for specific project. അതായത് ഒരു സ്പെസിഫിക് പ്രോജക്റ്റിന് വേണ്ടി ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, കൺസോർട്ടിയം ബാങ്കിങ് എന്ന് പറയുന്നത്. കൺസോർട്ടിയം ബാങ്കിങ് പ്രൊവൈഡ്സ് ഫണ്ട് ഫോർ സ്പെസിഫിക് പർപ്പസസ്. ദെൻ what are the advantages of consortium banking? It enables the bank to spread the risk with other participating bank. മറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാങ്കുകൾ കൂടി ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇറ്റ് എനേബിൾസ് ദ ബാങ്കർ ടു സ്പ്രെഡ് ദ റിസ്ക് വിത്ത് അതർ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ efficient appraisal of the creditor due to collective wisdom and knowledge of the participating bank. അവിടെ it provides for efficient appraisal for the creditor due to collective wisdom and knowledge of the participating bank. Then third one is small banks which are not in position to provide huge finance can enjoy the benefit through consortium financing. ഇവിടെ സ്മോൾ ബാങ്ക്സ് വിച്ച് ആർ നോട്ട് ഇൻ പൊസിഷൻ ടു പ്രൊവൈഡ് ഹ്യൂജ് ഫിനാൻസ് ആൻഡ് ക്യാൻ എൻജോയ് ദ ബെനിഫിറ്റ് ത്രൂ കൺസോർട്ടിയം ബാങ്കിങ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ദർ ഈസ് ഫ്ലെക്സിബിലിറ്റി ഇൻ ബാങ്കിങ് ഓപ്പറേഷൻ. വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ്? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ കൺസോർട്ടിയം മെമ്പർ ടു ലിമിറ്റ് ഈസ് ലയബിലിറ്റി. അവരുടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. Then third parties often find it difficult to enter into contract with a non-legal entity like a consortium. Then lack of permanent structure makes it difficult for a consortium to establish long-term business relationship with the third parties. Lack of permanent structure makes it difficult for a consortium to establish long-term business relationship. These are the different types of banks on the basis of ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ പഠിച്ചിരിക്കുന്ന ബാങ്കുകൾ ഏതൊക്കെയാണ്? യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് ആൻഡ് കൺസോർട്ടിയം ബാങ്കിങ്. 6 എക്സാമ്പിളാണ് ഓർക്കേണ്ടത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് യൂണിറ്റ് ബാങ്കിങ്, സെക്കൻഡ് വൺ ഈസ് ബ്രാഞ്ച് ബാങ്കിങ്, ദെൻ തേർഡ് വൺ ഈസ് ചെയിൻ ബാങ്കിങ്, ഫോർത്ത് വൺ ഈസ് ഗ്രൂപ്പ് ബാങ്കിങ്, then fifth one is correspondent banking, and sixth one is consortium banking, etc. Next one is on the basis of Reserve Bank schedule. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ കഴിയാണ് കേട്ടോ. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ഫംഗ്ഷൻ, ഓൺ ദി ബേസിസ് ഓഫ് സെക്കൻഡ് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഫംഗ്ഷൻ, ദെൻ സെക്കൻഡ് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ്,
Then next third one is on the basis of domicile and organization structure, and fifth one is on the basis of reserve bank schedule. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓർക്കണ്ടല്ലോ. ഓൺ ദി ബേസിസ് ഓഫ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ പറഞ്ഞപ്പോഴാണ് കമേഴ്ഷ്യൽ ബാങ്ക്, ഇൻഡസ്ട്രിയൽ ബാങ്ക്, അഗ്രികൾച്ചറൽ ബാങ്ക്സ്, സേവിങ്സ് ബാങ്ക്സ്, ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക്, regional rural bank, cooperative bank. These are the examples of banks on the basis of function. Second classification on the basis of ownership. Then banks may be classified into three. Then first one is public sector banks, second one is private sector banks, and third one is cooperative banks. ഈ മൂന്ന് ബാങ്കുകളാണ് ഓണർഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട്. Then next one is ഡൊമിസൈൽ. അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ ദെൻ ഫസ്റ്റ് വൺ ഈസ് ഡൊമിസൈൽ ബാങ്ക് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫോറിൻ ബാങ്ക്സ്. ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദെൻ അതിനുശേഷം ഓൺ ദി ബേസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഫോർത്ത് ക്ലാസിഫിക്കേഷനാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ ദെൻ ഫസ്റ്റ് വൺ ഈസ് യൂണിറ്റ് ബാങ്കിങ്, സെക്കൻഡ് വൺ ഈസ് ബ്രാഞ്ച് ബാങ്കിങ്, ആൻഡ് തേർഡ് വൺ ഈസ് ചെയിൻ ബാങ്കിങ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗ്രൂപ്പ് ബാങ്കിങ്, then correspondent banking, then last one is consortium banking. These are the examples of banks on the basis of organization structure. Then last point, on the basis of reserve bank schedule. ഇനി നമുക്ക് ബാങ്കുകൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഈ പറയുന്ന ബാങ്കുകളൊക്കെ തന്നെയാണ് അതിലും വരുന്നത്, എങ്കിലും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് റിസർവ് ബാങ്ക് ഷെഡ്യൂൾ. റിസർവ് ബാങ്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഓൺ ദി ബേസ് ഓഫ് റിസർവ് ബാങ്ക് ഷെഡ്യൂൾ banks may be classified into two. That is, the first one is scheduled banks and second one is non-scheduled banks. Scheduled banks and non-scheduled banks. Then first one is scheduled bank. A scheduled bank is one which is registered in the second schedule of the RBI Act 1934. A bank must satisfy the following condition to be included in the schedule. അപ്പോൾ ഒന്നുകൂടെ പറയാം. A scheduled bank is one which is registered in the second schedule of the RBI Act 1934. RBI Act 1934 പ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബാങ്കുകളെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയാം. നമ്മൾ കേട്ടിട്ടുണ്ട് ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണ്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ദെൻ അവിടെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കണമെങ്കിൽ, അവരുടെ പട്ടികയിൽ ആ പേര് എൻ്റർ ചെയ്യണമെങ്കിൽ വാട്ട് ആർ ദി കണ്ടീഷൻസ്? ഈ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്ത ബാങ്കുകൾ മാത്രമാണ് RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ അവിടെ ഷെഡ്യൂൾഡ് ബാങ്ക്സിലെ ഷെഡ്യൂൾഡ് ബാങ്ക് ഈസ് വൺ വിച്ച് ഈസ് രജിസ്റ്റേർഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ RBI Act 1934. A bank must satisfy the following conditions to be included in the schedule. Then first one is the bank concerned must be in the business of banking in India. അതായത് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു ബാങ്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കണം? അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് നേച്ചർ. ഇറ്റ് ഷുഡ് ബി എ ബാങ്കിങ് ട്രാൻസാക്ഷൻ. ദറ്റ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. The bank concerned must be in the business of banking in India. The bank concerned must be in the business of banking in India. Then second one is it has a paid up share capital and reserve of not less than 5 lakh. Now, in order to start a new bank, the RBI has prescribed a minimum capital of 100 crore. അതായത് 1934 ശേഷം അതിലെ ആദ്യത്തെ ഇതിൽ പറഞ്ഞിരുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഒരു ബാങ്കിൻ്റെ അടച്ചു തീർത്ത മൂലധനം എന്ന് പറയുന്നത് മിനിമം 5 lakh ആണ് വേണ്ടതെന്നാണ്. അപ്പോൾ ഇറ്റ് ഹാസ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് നോട്ട് ലെസ് ദാൻ 5 lakh. Now, in order to start a new bank, എന്നാൽ ഇന്ന് ഒരു പുതിയ ബാങ്ക് ആരംഭിക്കണമെങ്കിൽ the RBI has prescribed a minimum capital of rupees 100 crore. ഇന്ന് ഒരു ബാങ്കുകൾ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അടച്ചു തീർത്ത മൂലധനം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 100 കോടി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അതേസമയം തന്നെ ദ ബാങ്ക് കൺസേൺ മസ്റ്റ് ബി ഇൻ ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബാങ്കിങ് ചെയ്യാനുള്ള ഒരു സ്ഥാപനം കൂടെ ആയിരിക്കണം. ആൻഡ് തേർഡ് വൺ ഈസ് ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ RBI that its affairs are not conducted in a manner detrimental to the interest of the depositors. അവിടെ പറയുന്നത് ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ RBI that its affairs are not conducted in a manner
It must satisfy the RBI that its affairs are not conducted in a manner determinant to interest of the depositors. തീർച്ചയായിട്ടും അത് എന്ത് ചെയ്തിരിക്കണം, ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റുകൾ എന്താ പറയുക, ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അവരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണം. ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ RBI that its affairs are not conducted in a manner determinant to interest of the depositors. And next one is it is either a company or corporation. ആ സ്ഥാപനം എന്ന് പറയുന്നത് ഒന്നുകിൽ അതൊരു കമ്പനി ആവാം, അതല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ആവാം. അപ്പോൾ ഇത്രയാണ് പറയുന്നത്. അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ എ ഷെഡ്യൂൾഡ് ബാങ്ക് ഈസ് എ വൺ വിച്ച് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദി സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ RBI ആക്ട്. എവറി ഷെഡ്യൂൾഡ് ബാങ്ക് എൻജോയ്സ് ദ ഫോളോയിങ് ഫെസിലിറ്റീസ്. ഇത്തരത്തിലൊരു സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ ബാങ്കിനെ സച്ച് എ ബാങ്ക് ബിക്കം എലിജിബിൾ ഫോർ ലോൺസ് ഫ്രം RBI അറ്റ് ദ ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് പ്രകാരം തന്നെ RBIന്ന് ലോൺ എടുക്കാനുള്ളൊരു ഫെസിലിറ്റി കൂടെ ഇതിന് അവൈലബിൾ ആവും, ഇത്തരത്തിലുള്ള ബാങ്കുകൾക്ക് അവൈലബിൾ ആവും. Such a bank automatically acquires membership of clearing houses. Such a bank automatically acquires membership of clearing house. Then next one is examples of scheduled banks are SBI, SBT, Andhra Bank, Dana Bank, Vijaya Bank, then South Indian Bank, ICICI Bank, HDFC Bank, Catholic Syrian Bank, etc. ഇതൊക്കെ സം എക്സാമ്പിൾസ് ഓഫ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഷെഡ്യൂൾഡ് ബാങ്ക്സിന് ചില എക്സാമ്പിൾസ് മാത്രമാണ്. അതിനെ വീണ്ടും ചില രീതിയിൽ നമുക്ക് തരംതിരിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റ്, നാഷണലൈസ്ഡ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, ഫോറിൻ ബാങ്ക്സ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് വരാറുണ്ട്. ദെൻ ഷെഡ്യൂൾഡ് ബാങ്ക്സിൽ എക്സാമ്പിളായിട്ട് വരാം. അപ്പോൾ നമ്മൾ കാണുന്ന മെജോറിറ്റി ബാങ്കുകളും ഇതെല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ടുള്ള RBIയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബാങ്കുകളെയാണ്. അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം റിസർവ് ബാങ്കിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബാങ്കുകളെയാണ് നമ്മൾ എന്താ പറയുക, ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. Then next one is non-scheduled banks. Non-scheduled banks in a bank whose name is not included in the second schedule of the RBI Act. RBI ആക്ടിൽ ഉൾപ്പെടുത്താത്ത ബാങ്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് എ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ദീസ് ബാങ്ക്സ് ആർ നോട്ട് എൻടൈറ്റിൽഡ് ടു ദ സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഓഫേർഡ് ടു ദ ഷെഡ്യൂൾഡ് ബാങ്ക്. ഇത്തരം ബാങ്കുകൾക്ക് എന്ത് ലഭ്യമല്ല, ദീസ് ബാങ്ക്സ് ആർ നോട്ട് എൻടൈറ്റിൽഡ് ടു സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഓഫേർഡ് ടു ദ ഷെഡ്യൂൾഡ് ബാങ്ക്. ഷെഡ്യൂൾഡ് ബാങ്കിന് ഓഫർ ചെയ്യുന്ന ബാങ്കിങ് ഫെസിലിറ്റീസ് ഒന്നും തന്നെ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സിന് അവൈലബിൾ അല്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറയണു കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം. നമുക്ക് നമ്മൾ ഈ ചാപ്റ്ററിലെ ആദ്യം വാട്ട് ഈസ് മെൻ ബൈ ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചത്. ബാങ്കിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിച്ചു. അതിനുശേഷം നെക്സ്റ്റ് ടോപ്പിക് ഇതായിരുന്നു, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക്സ്. കഴിഞ്ഞ ശേഷം വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് ബാങ്ക്സിന് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന 5 ടൈപ്സിലാണ്. ഓൺ ദി ബേസ് ഓഫ് ഫംഗ്ഷൻ, ഓൺ ദി ബേസിസ് ഓഫ് സെക്കൻഡ് വൺ ഈസ് ഓൺ ദി ബേസ് ഓഫ് ഓണർഷിപ്പ്, ദെൻ തേർഡ് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഡൊമിസൈൽ, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് RBI ഷെഡ്യൂൾ. ദെൻ ഫംഗ്ഷൻ, first one is function, second one is ownership, third one is domicile, fourth one is organization structure, and fifth one is scheduled bank. ഈ ബാങ്കുകളൊക്കെ ഒന്നൊക്കെ തന്നെയായിരിക്കും. ഈ ഷെഡ്യൂൾഡ് ബാങ്ക് തന്നെയാണ് പബ്ലിക് സെക്ടറിൽ വരുന്നുണ്ടാവുക. ഈ ഷെഡ്യൂൾഡ് ബാങ്കിൽ തന്നെ ചിലത് പ്രൈവറ്റ് സെക്ടറിൽ വരുന്നുണ്ടായിരിക്കാം. ഈ ഷെഡ്യൂൾഡ് ബാങ്ക് തന്നെ ഏതിന് എക്സാമ്പിൾ ആയിരിക്കാം, ചെയിൻ ബാങ്ക്, ചെയിൻ ബാങ്കിങ്ങിലെ ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നുണ്ടായിരിക്കാം. അപ്പോൾ ദെൻ ഇതിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഈ പറയുന്ന രീതിയിൽ ഓരോ സെക്ഷനിൽ ഫംഗ്ഷനിൽ ഇത്ര ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് സേവിങ്സ് ബാങ്ക്സ്, അഗ്രികൾച്ചറൽ ബാങ്ക്സ് അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദെൻ അതേസമയം തന്നെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ദെൻ ഓൺ ദി ബേസിസ് ഓഫ് ownership, public sector banks, private sector banks, cooperative banks. Third classification on the basis of domicile bank, foreign banks. Fourth classification നമ്മൾ പറയുകയാണെങ്കിൽ on the basis of organization structure, unit bank, branch bank, chain banking, group banking, correspondent banking, and consortium banking. These are the examples of banks on the basis of organization structure. The last classification on the basis of RBI schedule.
scheduled banks and non-scheduled banks. Next topic, mixed banking. Very important topic. ചിലപ്പോൾ ചോദിക്കാറുണ്ടായില്ലേ, what is meant by mixed banking? Mixed banking, this system combines investment banking with commercial banking. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങും കമേഴ്സ്യൽ ബാങ്കും ഒരേ സമയം ചെയ്യുന്നതിനെയാണ് മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ബാങ്കിങ്, ബാങ്ക്സ് റേസ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്, റീപേബിൾ ഓൺ ഡിമാൻഡ് ആൻഡ് ലെൻഡ് ഇൻ ടു ദ ബോത്ത് ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം റിക്വയർമെൻറ്റ് ഓഫ് എ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. Investment banking and commercial banking are completely different from each other. Investment banking അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് what is meant by investment banking and what is meant by mixed banking. This system combines invest banking with commercial banking. Investment banking commercial ബാങ്കുമായിട്ട് മിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. സാധാരണ കമേഴ്സ്യൽ ബാങ്കുകൾ ചെയ്യുന്ന സർവീസസ് എന്ന് പറയുമ്പോൾ കമേഴ്സ്യൽ ബാങ്ക്സുകൾ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുകയും അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി ഫോർ ക്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ദീസ് ആർ ദി മെയിൻ ഫങ്ഷൻ ഓഫ് കമേഴ്സ്യൽ ബാങ്ക്. പക്ഷേ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഓൾസോ പ്രൊവൈഡ്സ് ലോങ് ടേം ലോൺസ് ടു ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് അത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ബാങ്കിങ് സർവീസും ലോങ് ടേം ലോൺസ് കൊടുക്കുക എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ ഫംഗ്ഷനും ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് കമേഴ്സ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷനാണ്. ഈ രണ്ട് ഫംഗ്ഷൻസ് കൂടെ മിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, മിക്സഡ് ബാങ്കിങ് എന്ന് പറയാം. ഇന്ന് പല ബാങ്കിങ് മേഖലകളും ഏത് മേഖലയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്, മിക്സഡ് ബാങ്കിങ് സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ മിക്സഡ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ ദിസ് സിസ്റ്റം കമ്പൈൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് വിത്ത് കമേഴ്സ്യൽ ബാങ്കിങ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് കമേഴ്സ്യൽ ബാങ്കിങ്ങുമായിട്ട് മിക്സ് ചെയ്യുന്നതിനെയാണ് മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ബാങ്കിങ്, ബാങ്ക്സ് റേസ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്, റീപേബിൾ ഓൺ ഡിമാൻഡ് ആൻഡ് ലെൻഡ് ടു ദ ബോത്ത് ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. Investment banking and commercial banking are completely different. Commercial banks are engaged in short-term financing while investment banks are engaged in long-term financing. അതാണ് മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. കമേഴ്സ്യൽ ബാങ്ക്സ് ആർ എൻഗേജ്ഡ് ഇൻ ഷോർട്ട് ടേം ഫിനാൻസിങ് വൈൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് ആർ എൻഗേജ്ഡ് ഇൻ ലോങ് ടേം ഫിനാൻസിങ്. Commercial banks deposit are of short duration and payable on demand or short notice. So these banks are to keep their assets and liquid as possible. While lending, commercial banks are to match their assets and liabilities in terms of liquidity. Any mistake may lead such banks into great trouble. On the other hand, investment banking is lent for meeting the long-term needs of the business. That is why these banks are to procure resources of longer duration to avoid liquidity crisis. അതായത് ഇപ്പോൾ മോഡേൺ ആയിട്ട് വരുന്ന എല്ലാ ബാങ്കുകളും ഏത് രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്, മിക്സഡ് ബാങ്കിങ് സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ദെൻ ദ നീഡ് ഫോർ മിക്സഡ് ബാങ്കിങ്. എന്തുകൊണ്ടാണ് മിക്സഡ് ബാങ്കിങ് വേണം എന്ന് പറയാനുണ്ടായിരിക്കുന്ന കാരണം, and then banks in some European countries, particularly in Germany, follow the mixed banking system. The need for mixed banking are given below. First one is the need for industrial revival was felt both by the government and the banks. Many industries to which the banks had supplied short-term loans were not in position to repay. So these banks are wise step to take debentures or such companies instead of writing it off. അതായത് ബാങ്കുകളൊന്നും തിരിച്ചെടുക്കാൻ, അതായത് അവിടെ പറയുന്ന മെനി ഇൻഡസ്ട്രി യൂണിറ്റ് വിച്ച് ദ ബാങ്ക്സ് ഹാഡ് സപ്ലൈഡ് ഷോർട്ട് ടൈം ലോൺസ് വെർ നോട്ട് ഇൻ പൊസിഷൻ ടു റീപേ. ഷോർട്ട് ടൈം ലോൺസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലും അവരെന്ത് ചെയ്യുന്നില്ല, തിരിച്ചടയ്ക്കാൻ പറ്റാത്ത പക്ഷം ബാങ്കുകൾ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ കൊടുത്ത പൈസയ്ക്ക് തുല്യമായിട്ടുള്ള ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ഷോർട്ട് ടൈം ലോൺസാണ്, പക്ഷേ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ദെൻ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതൊരു നീഡ് ഫോർ മിക്സഡ് ബാങ്കിങ്ങിനൊരു കാരണമായിട്ട് അത് മാറുകയാണ്. സെക്കൻഡ് വൺ, ദ ഡെപ്പോസിറ്റ് ഓഫ് കമേഴ്സ്യൽ ബാങ്ക്സ് വെർ ഫാസ്റ്റ് ഇൻക്രീസിങ്. The deposits of commercial banks were fast increasing. It was advisable for the bank to advance loans for long period. ദെൻ കമേഴ്സ്യൽ ബാങ്ക്സ് വളരെ പെട്ടെന്ന് റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാനായിട്ട് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുകയും അതേസമയം ഇറ്റ് വാസ് അഡ്വൈസബിൾ ഫോർ ദ ബാങ്ക്സ് ടു അഡ്വാൻസ് ലോൺ ഫോർ ദ ലോങ് പീരിയഡ്. ദീർഘകാലയളവിലേക്ക് എന്ത് കൊടുക്കാനും കഴിയുന്നുണ്ട്, ലോൺ കൊടുക്കാനും കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് കമേഴ്സ്യൽ ബാങ്കുകൾക്ക് സാധ്യമാണ്. Then next one is the growth of big industries
led to decrease in the dependence of the bank finance as they build up their own surplus fund to supplement their working capital. Thus, the banks were deprived of their best customers. So, they were compelled to grant long-term loans to big industries and gradually started holding industrial securities. Next one, the government policy was for quick industrialization in countries like Germany and Japan. Banks undertook the responsibility of supplying long-term finance to industries for speedy industrialization. പിന്നെ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്ന ഒരു സ്പീഡായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയലൈസേഷൻ വരണമെങ്കിൽ ബാങ്കുകൾ ഏത് സ്ട്രക്ചറിലേക്ക് മാറേണ്ടിയിരിക്കുന്നു? മിക്സഡ് ബാങ്കിങ് സംവിധാനത്തിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. ദെൻ ഈ മിക്സഡ് ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്ക് നോക്കാം. ഇറ്റ് ഗ്രാൻസ് ഷോർട്ട് ടൈം ലോൺസ് ഫോർ ദി പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഫോർ മീറ്റിംഗ് വേരിയസ് എക്സ്പെൻസസ് ആൻഡ് ഓൾസോ ഗ്രാൻസ് ലോങ് ടൈം ലോൺസ്. ബാങ്ക്സ് ക്യാൻ പ്രൊവൈഡ് ലോങ് ടൈം ലോൺസ് ആൻഡ് ഓൾസോ ഷോർട്ട് ടൈം ലോൺസ്. Then the industrial concern need to go different types of banks for its different type of requirements. അതായത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പല ആവശ്യങ്ങൾക്ക് പല ബാങ്കുകളെ സമീപിക്കേണ്ട കാര്യമില്ല. അവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരേ ബാങ്ക് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സും അതേസമയം ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റും നടത്തുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി? ഒരൊറ്റ ബാങ്കിനെ തന്നെ സമീപിച്ചാൽ മതി. Then second one is a commercial banks raises large funds from public by way of deposit. കമേഴ്സ്യൽ ബാങ്കുകൾ റൈസ് ലാർജ് ഫണ്ട്സ് ഫ്രം ദ പബ്ലിക് ബൈ വേ ഓഫ് ഡെപ്പോസിറ്റ്. അതായത് ഇവിടെ പറയുന്നത് കമേഴ്സ്യൽ ബാങ്ക് റൈസസ് ലാർജ് ഫണ്ട്സ് ഫ്രം ദ പബ്ലിക് ബൈ വേ ഓഫ് ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റിൻ്റെ രൂപത്തിൽ തന്നെ കമേഴ്സ്യൽ ബാങ്കുകൾ ലാർജ് ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നുണ്ട്. അവിടെ എ കമേഴ്സ്യൽ ബാങ്ക് റൈസസ് ലാർജ് ഫണ്ട് ഫ്രം ദ പബ്ലിക് ബൈ വേ ഓഫ് ഡെപ്പോസിറ്റ്. മെനി പീപ്പിൾ ഡു നോട്ട് ലൈക്ക് ടു സബ്സ്ക്രൈബ് ദ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ബിക്കോസ് ദേ പ്രിഫർ ടു കീപ് ദെയർ മണി ഇൻ വേരിയസ് deposits. Then third point, a mixed bank appoints expert to assess the soundness of industrial unit and to evaluate its securities. It can provide various other services to industrial undertakings including management of capital issue on the basis of advice given by the experts. It can subscribe to the shares and debentures of companies and can appoint a nominees on their board of directors. Then next one is the banks can join together into groups to share the risk of industrial finance. The banks can join together into groups to share the risk of industrial finance. അതായത് ഇൻഡസ്ട്രിയൽ ഫിനാൻസിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് മിക്സഡ് ബാങ്ക് ഹെൽപ്പ് ചെയ്യുന്നു. മിക്സഡ് ബാങ്ക്സ് പ്രൊവൈഡ് വാല്യുബിൾ അഡ്വൈസ് ടു ദ കസ്റ്റമേഴ്സ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഷെയർസിലോ ഡിബഞ്ചേഴ്സിലോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് വാല്യുബിൾ അഡ്വൈസ് ടു ദ കസ്റ്റമേഴ്സിന് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. It does so by providing both short-term and long-term financial accommodation. These are the importance of mixed banking. Then next one is demerit of mixed banking. Demerit of mixed banking. Mixed banking inde demerit ennu parayunna endha? It reduce liquidity of the bank. ബാങ്കിൻ്റെ ലിക്വിഡിറ്റി കുറഞ്ഞു പോകുന്നു എന്ന് പറയുന്നതാണ്. അപ്പാർട്ട് ഫ്രം ദ ഫണ്ട്സ്, അതായത് മുഴുവൻ പൈസയും ലോണുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലിക്വിഡ് പൊസിഷൻ കുറയാണ്. ബാങ്കിന് ബാങ്കിൻ്റേതായിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ഉണ്ട്. ഈ പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതെല്ലാം തമ്മിൽ സേഫ്റ്റി, സെക്യൂരിറ്റി, സേഫ്റ്റി, അതായത് നമ്മളോട് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി, ഇതൊക്കെ തമ്മിലൊരു ആനുപാതികപരമായിട്ടുള്ള എത്ര രൂപ നമ്മൾ കൈവശം വെക്കണം, എത്ര രൂപ ലോണായിട്ട് കൊടുക്കണം, എത്രമാത്രം പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവണം. ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. ദെൻ ഇവിടെ മിക്സഡ് ബാങ്കിനെ സംബന്ധിച്ച് റെഡ്യൂസ് ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ കമേഴ്സ്യൽ ബാങ്ക്സ്. A large part of the funds of the bank is raised from deposits which are repayable either on demand after a short period. Then second one is when a bank grants long-term loans, its funds are locked up. Consequently, it may not be able to repay the depositors when they demand back their money. When a bank grants long-term loans, ബാങ്കുകൾ ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫണ്ട്സ് ആർ ലോക്ക്ഡ് അപ്പ് ആൻഡ് കോൺസിക്വൻ്റ്ലി ഇറ്റ് മേ നോട്ട് ബി ഏബിൾ ടു പേ ദ ഡെപ്പോസിറ്റേഴ്സ് വെൻ ദേ ഡിമാൻഡ് ബാക്ക് ദെയർ മണി. ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഡിപ്രഷൻ banks suffer heavy losses
when securities of companies lose their value because fall in demand. The sale of securities held by it. Banks with poor reserve may fail. This is serious drawback of mixed banking. Well, these are the advantages and disadvantages of mixed banking. Mixed banking എന്ന് പറഞ്ഞാൽ എന്താ? Mixed banking combines investment as well investment banking with commercial banking. In this type of banks raise deposit from the public repayable on demand and lend it to both short term as well as long term requirements of trade and industry. Investment banking and commercial banking are completely different from each other. Commercial banks are engaged in short term financing while investment banks are engaged in long term financing. Commercial banks deposit are short duration and payable on demand or short notice. So these banks are to keep their assets at a liquid possible, while lending commercial banks are to match their assets and liabilities in terms of liquidity. Any mistake may lead to such banks into great trouble. Investment bankers lend for meeting the long-term needs of the business and industry. That is why these banks are to procure resources of longer duration to avoid liquidity crisis. That is also called as mixed banking. Then മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്ന ടോപ്പിക് കൂടെ കഴിയാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് ആലോചിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഓൺ ദി ബേസിസ് ഓഫ് function, on the basis of ownership, on the basis of conclusion ആണ്, on the basis of domicile, on the basis of organization structure and on the basis of RBI schedule. ഇങ്ങനെ നമുക്ക് ബാങ്ക്സിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ അതിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് what is meant by mixed banking. Mixed banking combines the banking activities, അതായത് the activities related to commercial bank and investment bank. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ ആക്ടിവിറ്റീസും കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ആക്ടിവിറ്റീസും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് ബാങ്കുകൾ പ്രവർത്തിക്കുന്നതിനെയാണ് മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. റീസെൻ്റ് ആയിട്ട് മിക്സഡ് ബാങ്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി നമ്മളെടുക്കുന്നത് നെക്സ്റ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ബാങ്ക്സ് എന്ന് പറയുന്നതാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. അപ്പോൾ നന്നായിട്ട് വായിക്കാനുണ്ട്. അപ്പോൾ അത്രയും ഭാഗങ്ങളൊക്കെ വിശദമായിട്ട് വായിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു ആൾ.